ഇതുവരെ കോൺഗ്രസ് പാർട്ടിയുടെ അനുഭാവിയായിരുന്ന അഫ്സൽ എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നുള്ള ഒരു പോസ്റ്റ് ഞാനത് വായിക്കാം. എറണാകുളം എം പി ഹൈബി ഈഡനും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും തട്ടംമാറ്റി സ്കൂളിൽ പോകാൻ സമ്മർദ്ദം ചെലുത്തി എന്ന പെൺകുട്ടിയുടെ പിതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് എറണാകുളം എം പി ഹൈബി ഈഡനെ ഞാൻ നേരിട്ട് ഫോണിൽ വിളിച്ചു. ഹൈബി ഡൽഹിയിലാണ്. ഹൈബി പറയുന്നത്, മുനമ്പം വഖഫ് വിഷയത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ അഭിപ്രായം മാനിക്കാതെ മുസ്ലിങ്ങൾക്കൊപ്പം നിന്നു എന്നും ഹിജാബ് വിഷയത്തിൽ BJP രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തും എന്നതുകൊണ്ടാണ് ഒരു ഒത്തുതീർപ്പിൽ എത്തിയത് എന്നുമാണ്. ഇത് കേട്ട് എനിക്ക് ഞെട്ടലുണ്ടായി. ഞാൻ ഹൈബിയോട് ചോദിച്ചു, ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശമായ ഒരു കാര്യം ചെയ്യുന്നതിന് BJP എന്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുമെന്നാണ് ഹൈബി പറയുന്നത്? മുസ്ലിം സ്ത്രീകൾ ഇന്നോ ഇന്നലെയോ അല്ല തലയിൽ തുണിയിട്ട് തുടങ്ങിയത്. അതേ തട്ടം തലയിലിട്ടുകൊണ്ട് വിചിത്രമായ വർഗീയത പറയുന്ന ഒരു സ്കൂൾ മാനേജ്മെൻറ്റിനെയാണോ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നത്? ഞാൻ ചോദിച്ചു. ഹൈബിക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഫോൺ വച്ചു. ഒന്ന്, തങ്ങളെ പിന്തുണച്ച എറണാകുളം MP ഹൈബി ഈഡനും തൃപ്പൂണിത്തുറ MLA കെ ബാബുവിനും ഒപ്പം BJP നേതാവ് ഷോൺ ജോർജിനും നന്ദി പറഞ്ഞുള്ള സ്കൂൾ പ്രിൻസിപ്പലിൻ്റെ വാർത്താ സമ്മേളനം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ആത്മഹത്യയ്ക്ക് തുല്യമാണ്. രണ്ട്, തട്ടം ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ആ പെൺകുട്ടിക്കൊപ്പം നിന്നാൽ ക്രിസ്സംഖ്യകളുടെ വോട്ട് പോകുമെന്ന് പേടിച്ച് ഭരണഘടനയെയും സർക്കാർ നിലപാടിനെപ്പോലും വിലകൽപ്പിക്കാത്തവരെ പിന്തുണയ്ക്കുന്നത് അങ്ങേയറ്റം ഖേദകരമായ കാര്യമാണ്. ഞാൻ കോൾ കട്ടാക്കി. കോൺഗ്രസ് അനുഭാവിയായിരുന്ന അഫ്സലിൻ്റെ അതേ അഭിപ്രായം തന്നെയാണ് ഭരണഘടനയെ മുൻനിർത്തി സെക്കുലറിസത്തിനു വേണ്ടി നിലകൊള്ളുന്ന സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്കും എന്ന് കോൺഗ്രസ് നേതൃത്വം എന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തെ BJPക്ക് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് നേമത്താണ്. അങ്ങനെയാണ് BJPക്കാർ പോലും വിശ്വസിക്കുന്നത്. ആ നേമം മണ്ഡലത്തിലാണ് V ശിവൻകുട്ടി ഇലക്ഷന് നിൽക്കുന്നത്. പതിവ് പോലെ കോൺഗ്രസ്സുകാർ BJPക്ക് വോട്ട് മറിച്ചാൽ തോൽക്കാൻ വളരെ സാധ്യതയുള്ള മണ്ഡലം. ആ ഒരു സാഹചര്യത്തിൽ പോലും ഒരു അഴകുഴമ്പൻ നിലപാടെടുക്കാതെ ആ കുട്ടിയുടെ നീതിക്ക് വേണ്ടി നിൽക്കാൻ ശിവൻകുട്ടി സഖാവ് കാണിക്കുന്ന ഗഡ്സ് എല്ലാ മതേതര വിശ്വാസികൾക്കും പ്രചോദനം തന്നെയാണ്. കുട്ടിക്ക് അനീതിയാണ്. ഞാൻ ഈ കോടതി വിധിയൊക്കെ മാറ്റിവെക്കാം. കാരണം കോടതി വിധി നേരത്തെയും സ്കൂളിന് അനുകൂലമായിട്ടുള്ള നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിലപ്പുറമുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ സുനിൽ പറഞ്ഞതുപോലെ രണ്ടും ഒരേ മട്ടിൽ കാണേണ്ട, ഒരേ രൂപത്തിൽ കാണേണ്ട ഒരു സാഹചര്യമാണോ ഇത് എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അങ്ങനെയുള്ള സാഹചര്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ രാജ്യത്തെ തന്നെ ഒരു യൂണിഫോമിലാക്കാൻ ശ്രമിക്കുന്നവർ ഭരിക്കുന്ന ഒരു പ്രത്യേക കാലമാണ് ഇത്. അപ്പോൾ ഇവിടെ രാജ്യത്തെ മുസ്ലിം സമൂഹം ഏത് രീതിയിൽ വിവേചനം അനുഭവിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി വേണം ഈ വിഷയത്തെ നോക്കാൻ. അതിൻ്റെ തുടർച്ചയായിട്ട് മാത്രമാണ്, അല്ലാതെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ വിഷയത്തെ നമുക്ക് കാണാൻ കഴിയില്ല. ആ നിലയ്ക്ക് തന്നെ കാണണം. ഇന്നത്തെ ആ പ്രിൻസിപ്പലിൻ്റെ ചിരി മനസ്സിൽ നിന്ന് മായുന്നില്ല. ചിരിച്ചുകൊണ്ട് അവർ പ്രതികരിക്കുകയാണ്. അവർ ചോദ്യങ്ങൾ എടുക്കുന്നില്ല. ചോദ്യങ്ങൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ പറയാനുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഞങ്ങൾ ഭാരതീയ പാരമ്പര്യമാണ് ഈ സ്കൂൾ തുടരുന്നു എന്ന് പറയുന്നു. എന്താണ് ആ ഭാരതീയ പാരമ്പര്യം? എന്നും നമ്മൾ രാജ്യത്തെ പ്രതിജ്ഞ ചൊല്ലുന്നുണ്ടല്ലോ സ്കൂളിൽ. ആ പ്രതിജ്ഞ എന്താണ്? ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഐ ലവ് മൈ കൺട്രി ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ്സ് റിച്ച് ആൻഡ് വാരിഡ് ഹെറിറ്റേജ് എന്നാണ്. അപ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ബഹുസ്വരത എന്നതിനെ മാനിക്കാതെ ഈ പ്രതിജ്ഞാവാചകം എല്ലാ ദിവസവും സ്കൂളിൽ ചൊല്ലുന്നു. അത് എത്രത്തോളം ആ കന്യാസ്ത്രീ അല്ലെങ്കിൽ ഈ എതിർക്കുന്ന സ്കൂളും മാനേജ്മെൻറ്റും എത്രത്തോളം അത് സ്വാംശീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും മാതൃകാപരമായ പ്രതികരണം ഇവിടെ നടത്തിയിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ്. വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് നൽകിയിരിക്കുന്ന ആ ചിത്രവും, വിദ്യാഭ്യാസ മന്ത്രി തട്ടമിട്ട ഒരു പെൺകുട്ടിയെ ചേർത്ത് പിടിച്ച് നിർത്തിയിരിക്കുന്ന ആ ചിത്രം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമെന്നാണ് ഞാൻ കരുതുന്നത്. അത് ഇക്കാലത്ത്, ഈ സമയത്ത് അത് ഉറച്ചു പറയുന്നു. അതിലൊരു കടുകിട വ്യത്യാസം അദ്ദേഹം നടത്തിയിട്ടില്ല എന്നുള്ളത് അഭിനന്ദനീയമാണ്. അത് അദ്ദേഹത്തിൻ്റെ മാത്രം നിലപാട്, അത്രയും കർക്കശമായ നിലപാട് അദ്ദേഹത്തിൻ്റെ മാത്രം നിലപാടായിട്ടാണ് കാണുന്നത്. ഒരു പൊതുവായ സമീപനമായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. ആ നിലപാട് അവിടെ എടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ തട്ടം എന്ന് പറയുന്നില്ല എങ്കിലും ഒരു ശിരോവസ്ത്രം അണിഞ്ഞ ഒരു വ്യക്തിയാണ് മറ്റൊരാളുടെ ശിരോവസ്ത്രത്തെ എതിർക്കുന്നത്. അപ്പോൾ ആ ശിരോവസ്ത്രം ഞങ്ങളുടെ യൂണിഫോമിൻ്റെ ഭാഗമല്ല എന്ന് പറയുമ്പോൾ എൻ്റെ ശിരോവസ്ത്രം മറ്റേയാളുടെ ശിരോവസ്ത്രത്തെക്കാൾ മേലെയാണ്, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസം മറ്റേയാളുടെ വിശ്വാസത്തേക്കാൾ മേലെയാണ് എന്ന സന്ദേശമാണോ നൽകുന്നതെന്ന് സംശയിക്കാം. അങ്ങനെയാണ് അത് പറഞ്ഞു വരുന്നത്. ഇവിടെ ഇത് പറ്റില്ല, ഞങ്ങളുടെ യൂണിഫോം ഇതല്ല എന്ന് പറയുമ്പോൾ ആ യൂണിഫോം മാനുവലൊക്കെ ഇന്ന് കോടതിയിൽ എത്തുന്നുണ്ടല്ലോ. ആ യൂണിഫോം മാനുവലിൽ ഹിജാബിനെ എതിർക്കുന്നതെന്ന് പറയുന്നില്ല, ഹിജാബ് ഇടരുതെന്ന് പറയുന്നില്ല. യൂണിഫോം കളറിൽ തലയിൽ ഒന്ന് മൂടി വന്നാൽ എന്ത് സംഭവിക്കുമായിരുന്നു? അവിടെയാണ് ഈ സ്നേഹം, ആർദ്രത, കരുണ, കരുതൽ ഒക്കെയാണ് പൊതുവെ കന്യാസ്ത്രീകളിൽ നിന്നും എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അനുഭവം അതാണ്. പക്ഷേ ഇന്ന് കണ്ട പ്രതികരണം, ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നൊന്നുമില്ല, ഇന്ന് കണ്ട പ്രതികരണം അതും ആ കന്യാസ്ത്രീയുടെ ഒറ്റയ്ക്കുള്ള തീരുമാനമാണെന്ന് കരുതുന്നേയില്ല. അവർ നടത്തിയ പ്രതികരണം എഴുതി വെച്ചതുപോലെ ചില കാര്യങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ ആ പറഞ്ഞ വാചകങ്ങൾ, ആ ചിരി ഒക്കെ എന്താണ്, ആ നൽകുന്ന മെസ്സേജ് എന്താണ്? ആ സ്കൂളിലെ മറ്റു കുട്ടികൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്?
നമ്മളെല്ലാം ഒരുപോലെ വന്നാൽ മതി എന്നാണോ? അപ്പോൾ അങ്ങനെയല്ലാതെ വരുന്നവരെ ഒറ്റപ്പെടുത്തണമെന്നാണോ? ആ കുട്ടി ആ സ്കൂളിൽ പഠിക്കണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ എത്ര ലജ്ജാകരമാണ് കേരളത്തിൽ അത് സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ ഇനി അവൾ എവിടേക്കാണ് പോകുന്നത്? ഒരുപക്ഷേ മുഴുവൻ തട്ടമിട്ട കുട്ടികളുടെ ഇടയിലേക്കായിരിക്കും ആ കുട്ടി പോകുന്നത്. അപ്പോൾ ബഹുസ്വരതയെക്കുറിച്ച് ആ കുട്ടി ഇനി എന്താണ് മനസ്സിലാക്കേണ്ടത്? അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ബഹുസ്വരതയെക്കുറിച്ച് എന്താണ് പഠിക്കേണ്ടത്? അപ്പോൾ നമ്മൾ രാജ്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു പരിച്ഛേദമല്ലേ നമ്മളുടെ ഓരോ ഇടങ്ങളും? അങ്ങനെയല്ലേ പഠിപ്പിക്കേണ്ടത്? ഈ അധ്യാപകർ പല ഘട്ടങ്ങളിൽ പല വിഷയങ്ങളെ പറഞ്ഞു വരികയാണ്. ഇപ്പോൾ ചില ആത്മഹത്യകളൊക്കെ കുട്ടികളൊക്കെ നടക്കുമ്പോൾ ഈ സ്കൂളിലെ അധ്യാപകർക്ക് എന്താണ് പഠിക്കുന്നത്? എന്താണ് ഈ ലോകത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നത്? എന്താണ് കുട്ടികളോട് എടുക്കുന്ന സമീപനത്തിൽ വരുത്തേണ്ട പ്രതികരണം? ആ അച്ഛൻ ഇന്ന് പ്രതികരിക്കുന്നത് 3 പെൺമക്കളുടെ പിതാവാണ്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ മൂത്ത മകൾ ലണ്ടനിൽ PG ചെയ്യുന്നു, രണ്ടാമത്തെ മകൾ റഷ്യയിൽ MBBS പഠിക്കുന്നു, മൂന്നാമത്തെ പെൺകുട്ടിയാണിത്. അപ്പോൾ ഈ പർദ്ദയടിയിച്ച് കുട്ടികളെ അകത്തിരുത്തുക അല്ലെങ്കിൽ വേഗത്തിൽ വിവാഹം ചെയ്തു കൊടുക്കുക, അതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്, ഇല്ല എന്ന് പറയുന്നില്ല. അങ്ങനെയുള്ളൊരു പിതാവല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. 3 പെൺമക്കളെയും പഠിപ്പിക്കുന്നുണ്ട്, അവരെ സ്വന്തം കാലിൽ നിർത്തുന്നുണ്ട്. ആത്മാഭിമാനമുള്ള പെൺകുട്ടിയാണ്, അതുകൊണ്ടാണ് ആ പെൺകുട്ടി ഇനി ഞാൻ ആ സ്കൂളിലേക്കില്ല എന്ന് പറയുന്നത്. ഏറ്റവും ലജ്ജാകരമായ കാര്യമാണ്, അതിലൊരു തർക്കവുമില്ല. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ചയല്ലേ ഇപ്പോൾ ഇവിടെ അമിത്ഷായുടെ പ്രതികരണം കണ്ടത്, രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ 24.6% ഹിന്ദു ജനസംഖ്യ 4.5 ആകുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ കണക്കുകളൊക്കെയാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി തന്നെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ തുടർച്ചയായിട്ടല്ലേ കാണുന്നത്. ഇവിടുത്തെ PTA പ്രസിഡന്റ് അദ്ദേഹം നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ പ്രതിനിധിയാണെന്ന് പറയുന്നു. അത് മേഘാലയയിലെ പാർട്ടിയാണ്. മേഘാലയയിൽ അതൊരു സെക്യുലർ പാർട്ടിയാണ്, പക്ഷേ ഇവിടെ NDAയുടെ ഭാഗമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ആശയം അവിടെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണോ PTA പ്രസിഡന്റിന്റെ പ്രതികരണങ്ങൾ കൂടി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ പിതാവ് പറഞ്ഞ ശ്രദ്ധിക്കാൻ, നമ്മൾ ഈ SDP ഒക്കെ പങ്കൊക്കെ നമ്മളെ പുറത്തു പറയുന്നുണ്ടെങ്കിലും ആ പിതാവ് പറയുകയാണ്, ഞാൻ കേസിനും ഉള്ള ഒരു പരിപാടിക്കുമില്ല, ഇത് വർഗീയമായി കത്തരുത് എന്നാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. നമ്മളിത് കണ്ണു തുറന്ന് കാണേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഒരാൾക്ക് അയാളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം, പർദ്ദയുമായി ബന്ധപ്പെട്ടും ഈ പറയുന്ന ഹിജാബുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാമെന്നേ, അത് വേറെ വിഷയമാണ്. പക്ഷേ അത് ധരിക്കരുതെന്ന് വേറെ ഒരാൾ നിഷ്കർഷിക്കുമ്പോഴാണ് പ്രശ്നം. നമ്മൾ സ്വയം തീരുമാനിക്കുന്നതല്ലാതെ നിഷ്കർഷിക്കുമ്പോഴാണ് പ്രശ്നം. എൻ്റേത് നല്ലതും നിങ്ങളുടേത് മോശവും എന്നെങ്ങനെയാണ് പറയുക? യേശുക്രിസ്തു അങ്ങനെ പറയുമോ? യേശുക്രിസ്തു ആണ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് ചെയ്യുക? ചേർത്ത് പിടിക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ എന്താണ് യേശുവിൻ്റെ സന്ദേശം? എന്താണ് ഇവർ ബൈബിൾ വായിച്ചുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഒന്നും വേണ്ട, ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളോട് ഒന്ന് ചോദിച്ചാൽ മതി. അവരുടെ ശിരോവസ്ത്രത്തിന് അവർ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നം, അവരെ ആൾക്കൂട്ടം ഏത് രീതിയിലാണ് അപമാനിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ? സ്ത്രീയും പുരുഷന്മാരും അടങ്ങുന്ന ഒരു സംഘം വന്ന 2 കന്യാസ്ത്രീകൾ അവിടുന്ന് പകച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ? അവർ ഏത് മാതിരി ദേഹോപദ്രവം ഏൽപ്പിച്ചിരുന്നു. അവർക്ക് ജയിലിൽ എന്താണ് അനുഭവിക്കേണ്ടി വന്നത്? ഏത് പള്ളികളുമായി ബന്ധപ്പെട്ടും കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ടും ലോഹയിട്ട അച്ഛന്മാരുമായി ബന്ധപ്പെട്ടൊക്കെ ഇവരൊക്കെ എന്താണ് വടക്കേന്ത്യയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതറിയാത്തതല്ലോ. ഇവിടേക്ക് വരുമ്പോൾ എങ്ങനെയാണ് സാഹചര്യം മാറുന്നത്? എങ്ങനെയാണ് ആ ചിരി വരുന്നത്? അപ്പോൾ ന്യൂനപക്ഷങ്ങൾ എല്ലാ തരത്തിലും, ഈ തരത്തിൽ മുസ്ലിം ന്യൂനപക്ഷം ഈ രാജ്യത്ത് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ തുടർച്ചയായിട്ടല്ലാതെ ഇതിനെ കാണാൻ പറ്റില്ല. കേരളത്തിൽ ഇത് നടന്നു എന്നുള്ളത് ഏറ്റവും നാണക്കേടുള്ള കാര്യമാണ്. ആ കുട്ടി നാളെ ഒരു ക്രിസ്ത്യൻ സ്കൂളിലേക്ക്, അല്ലെങ്കിൽ അവർ നടത്തുന്ന ഒരു സ്കൂളിലേക്ക് ആ കുട്ടിയെ ക്ഷണിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു മനോഹരമായ സ്വപ്നം. അത് നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്തൊരു നല്ല സന്ദേശമായിരിക്കും. അങ്ങനെ നിലപാടെടുക്കുന്ന ഒരുപാട് പിതാക്കന്മാരെയും ബിഷപ്പുമാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെന്നേ. അങ്ങനെ ഒരു സ്കൂളിലേക്ക് ആ കുട്ടിയെ ക്ഷണിക്കുമോ? അത് നടക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞാൻ ഇതിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. കൃത്യമായും അനീതി എന്നല്ല, ഏറ്റവും ലജ്ജാകരമായ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.